മുൻകൂർ അറിയിപ്പോ ഔദ്യോഗിക ഉത്തരവോ ഇല്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലും 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക സംബന്ധിച്ച് വ്യക്തത നൽകാത്തതിലും പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിൽ ഡിജിറ്റൽ സർവേ കരാർ ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. സർവേയർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കളക്ടറെ സമീപിച്ചത്. ജൂലൈ 30-നാണ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ ജോലി ചെയ്തിരുന്ന ഏകദേശം 350 കരാർ സർവേയർമാരുടെയും കരാർ ഹെൽപ്പർമാരുടെയും തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ തിരികെ വാങ്ങി മുൻകൂർ അറിയിപ്പില്ലാതെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ജീവനക്കാർ ആരോപിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ കരാർ വ്യവസ്ഥയിൽ നിയമിച്ചിരുന്നത്. 6 മാസ കാലാവധിയുള്ള കരാറിലായിരുന്നു നിയമനം. ഓരോ 6 മാസം കഴിയുമ്പോഴും കരാർ പുതുക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും ഭൂരിഭാഗം ജീവനക്കാരുടെയും കരാർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപാണ് സേവനം അവസാനിപ്പിച്ചതെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4.5 മാസമായി ശമ്പളം ലഭിക്കാതെയാണ് ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. ശമ്പള കുടിശ്ശിക എപ്പോൾ നൽകുമെന്ന കാര്യത്തിലും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഡിജിറ്റൽ സർവേ പദ്ധതിക്ക് നിലവിൽ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്ന അനൌദ്യോഗിക വിവരം മാത്രമാണ് ലഭിച്ചതെന്നും എന്നാൽ ഇതു സംബന്ധിച്ച് സർക്കാർ അല്ലെങ്കിൽ സർവേയും ഭൂരേഖയും വകുപ്പ് ജീവനക്കാർക്ക് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഭാവിയിൽ ഡിജിറ്റൽ സർവേ പദ്ധതി പുനരാരംഭിച്ചാൽ നിലവിൽ പിരിച്ചുവിട്ട ജീവനക്കാരെ വീണ്ടും നിയമിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും കരാർ ജീവനക്കാരെ പുനർനിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നീതി ഉറപ്പാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. കരാർ ജീവനക്കാരെ ഞങ്ങൾക്ക് 4.5 മാസത്തെ സാലറി പെൻഡിങ് ഉണ്ടെന്നിപ്പോൾ പല സോഷ്യൽ മീഡിയയിലും എല്ലാം നിങ്ങൾ അറിയുന്നുണ്ടാകും. ഇതിലിപ്പോൾ ഞങ്ങളും 2023 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വഴി നിയമിതരായവരാണ്. പക്ഷെ ഇതുവരെയും ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോലും ഇത്രയും ഹീനമായ പ്രവൃത്തി ആരും ചെയ്യില്ല. കാരണം ഒരു 7 ദിവസം മുമ്പെങ്കിലും ഇതിനൊക്കെ നോട്ടീസ് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. അത്ര പോലും ഒരു മനുഷ്യത്വം കാണിക്കാതെയാണ് ഞങ്ങളെ 4.5 മാസത്തെ ശമ്പളം പെൻഡിങ് വെച്ചിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ള സിംഗിൾ പാരൻസ് ഉണ്ട്, ലേഡീസ് ചികിത്സ മുടങ്ങിയ ഫാമിലി ഉണ്ട്, കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കുണ്ട്. ഇത് 4.5 മാസം ശമ്പളം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ കിട്ടുക എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങൾ. കാരണം ഇനി ഒരു ജോലി അന്വേഷിക്കാനുള്ള ടൈം പോലും ഈ ഉത്തരവാദികൾ തന്നിട്ടില്ല. ഇത്രയൊക്കെയാണ് ഞങ്ങളെ കഷ്ടപ്പാടുകളുള്ളത്. നിങ്ങളെ അടുത്ത നടപടി എന്താണ്? ഞങ്ങൾ അടുത്ത നടപടി അതാണ് ഞങ്ങൾക്ക് പറയാത്തത്. എന്ത് നടപടി ഞങ്ങൾ എടുക്കുന്നത്? ഞങ്ങളിപ്പോൾ കളക്ടർക്ക് ഞങ്ങളൊരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും 4.5 മാസത്തെ ശമ്പളം ഞങ്ങൾ വാങ്ങിച്ചെടുക്കണം. അത് വെറുതെ മറ്റേ ഓഫീസിൽ ഇരുന്നിട്ടോ അതുപോലെ ഓഫീസ് വർക്കൊന്നുമല്ല. ഫീൽഡിൽ 4.5 മാസം വളരെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട ശമ്പളമാണത്. ഇപ്പോൾ പലരും ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ന്യൂസുകളും കണ്ട് അതിൻ്റെ താഴെ സോഷ്യൽ മീഡിയയിലെല്ലാം പല കമൻറ്റ് സെക്ഷനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം പറയുന്നുണ്ടായി നിങ്ങൾ കരാർ ജീവനക്കാരല്ലേ, നിങ്ങൾ സ്ഥിരം ആക്കണമെന്ന് ഒരു അവകാശം നിങ്ങൾക്കുണ്ടോ? ഈ സർവേ നടപടികൾ തീർന്നിരിക്കണോ? സർവേ നടപടികൾ ടോട്ടൽ 1600 സംതിങ് വില്ലേജിൽ ഇരിക്കുന്നതിൽ 200 സംതിങ് ടോട്ടൽ 25% വില്ലേജ് കൂടെ സർവേ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പോൾ സർക്കാർ പറഞ്ഞത് മറ്റേ ഫണ്ടില്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ പ്രോജക്റ്റ് നിർത്തിവെച്ചേ സർക്കാരിന് നിർവാഹമുള്ളൂ എന്ന്. അതാണ് സർക്കാരിൻ്റെ പക്ഷം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.